ഓരോ പുതിയ ദിവസങ്ങളുണ്ടാകുമ്പോഴും, ഓരോ പുതിയ മാസങ്ങളുണ്ടാകുമ്പോഴും, ഓരോ പുതിയ വർഷങ്ങളുണ്ടാകുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ലാതെ, മറിച്ച് നമുക്ക് ആഹ്ലാദിക്കാം. എന്തിന്? അത് എല്ലാ ദിവസവും ഉണ്ടാവേണ്ട ആഹ്ലാദമാണ്. അതേതാണ് ആഹ്ലാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റാൽ നിങ്ങളിങ്ങനെ പറയണം, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ ആഫാനി ഫീ ജസദീ, എൻ്റെ ജസദിന് ആഫിയത്ത് നൽകിയിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് കുഴപ്പമില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്. 2, വറദ്ദ അലയ്യ റൂഹി, റൂഹിനെയും തിരിച്ചു തന്നിരിക്കുന്നു, ആത്മാവിനെയും തിരിച്ചു തന്നു. എന്തിനാണ്? അതാണ് പ്രസക്തമായത്. എന്തിനാണ് ഈ റൂഹിനെ തിരിച്ചു തന്നത്? എന്തിനാണ് ജസദിന് ആഫിയത്ത് നൽകിയത്? ഹറാമ് ചെയ്യാനാണോ? സമയം വെറുതെ കളയാനാണോ? ഹറാമായ കാര്യങ്ങളിൽ തൻ്റെ ജീവിതത്തെ, സമ്പത്തിനെ ചെലവഴിക്കാനാണോ? അടിച്ചു പൊളിക്കാനാണോ? ധാർമ്മികതയുടെ അതിർവരമ്പുകളൊക്കെ ലംഘിക്കാനാണോ? അല്ല. എന്തിനാണ് ഈ റൂഹിനെന്ന് രാവിലെ തന്നത്? എന്തിനാണ് എന്നോട് എഴുന്നേറ്റോ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത്? വഅദിന ലീ ബിദിക്രിഹി, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരു ദിവസം കൂടി തന്നു. അല്ലാഹു നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത് എന്തിനാണ്? ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാനാണ്. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാണ് വേണ്ടത്, നന്ദി കാണിക്കാണ് വേണ്ടത്. അതല്ലാതെ അടിച്ചു പൊളിക്കുകയല്ല, റബ്ബിനെ മറന്ന് ഹറാമുകളിൽ കൂത്താടുകയല്ല, മറിച്ച് വിനയാന്യതരായി തീരുക. റഹ്മാനായ റബ്ബിന് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകുന്ന നിമിഷങ്ങളെ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം ഏത് നിമിഷവും നമ്മെ തേടി വരാം. എപ്പോൾ എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇന്നും എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയാണ്, രാവിലെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നുകൊണ്ടിരുന്ന അവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ വൈകുന്നേരമായപ്പോഴേക്ക് എന്തോ ഒരു വേദന വരുന്നു, ഒരു അസ്വസ്ഥത. അടുത്ത നിമിഷങ്ങളിൽ മരിച്ചു വീഴുകയാണ്. നോക്കൂ നിങ്ങൾ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് പ്രവർത്തിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. നാളെ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഓരോ വർഷങ്ങൾ പിറക്കുമ്പോഴും, ഓരോ ദിവസങ്ങൾ പിറക്കുമ്പോഴും റഹ്മാനായ റബ്ബിനെ കൂടുതൽ ഓർത്തുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ, പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞുകൊണ്ട്. കാരണം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കഴിയും? റബ്ബ് നമ്മളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ വേറെ ആർക്ക് നമ്മളോട് കരുണ കാണിക്കാൻ കഴിയും? ആ റബ്ബിനോട് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളായിരിക്കണം ഓരോ ദിവസങ്ങളിലും ഉണ്ടാവേണ്ടത്.